തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയിലെ കൃഷ്ണ നദിയുടെ തീരത്താണ് ഈ ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് തീം പാർക്ക് അഥവാ ബുദ്ധവനം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചേരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ധർമ്മചക്രയാണ്, ദ വീൽ ഓഫ് ലോ. ബുദ്ധമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമാണിത്. ബുദ്ധമത നിയമം ആദ്യമായി ഉടലെടുത്ത ബുദ്ധന്റെ ആദ്യ പ്രഭാഷണം നടന്ന സാരനാഥ് വനത്തെ സൂചിപ്പിക്കുന്നു ഇത്. ഈ ബോർഡ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒരുപാട് കുറഞ്ഞു. കാരണം ക്യാമറ അലൗഡ് അല്ല, ഓൺലി മൊബൈൽ മാത്രം. മൊബൈൽ കൊണ്ട് എടുത്ത വീഡിയോസാണ്, ബാക്കിയുള്ളതെല്ലാം കുറച്ച് സ്റ്റെബിലൈസേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ ബുദ്ധവനത്തിന്റെ സെൻട്രലായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടമാണ് മഹാസ്തൂപ. ഒറിജിനൽ അമരാവതി സ്തൂപയുടെ അതേ മാതൃകയിലാണ് ഇതും പണികഴിപ്പിച്ചത്. ഈ സ്തൂപത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്നതാണ് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് മ്യൂസിയം. ബുദ്ധമത പുരാവസ്തുക്കളും അജന്ത ഫ്രെസ്കോസുകളുടെ 100 വർഷം പഴക്കമുള്ള ഐക്ക് ഓഫീസും ആംഫി തിയേറ്ററും വ്യാഖ്യാന കേന്ദ്രങ്ങളും ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ആണ്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ആചാര്യ നാഗാർജുനയുടെ സ്റ്റാച്യു. മഹായാന ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ പ്രധാന പാരമ്പര്യമായ മാധ്യമിക അതായത് മിഡിൽ വേ സ്കൂളിന്റെ സ്ഥാപകൻ. മഹാസ്തൂപയുടെ ചുമരിലെല്ലാം ബുദ്ധന്റെ ജീവിത വഴികളും അക്കാലത്തെ പ്രധാന രാജാക്കന്മാരുടെയും രക്ഷാധികാരികളുടെയും ദൃശ്യങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതാണ്. സ്തൂപം, വജ്രാസനം, ബോധിവൃക്ഷം, അഗ്നിസ്തംഭം, ജാതകഥകൾ, ബുദ്ധന്റെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങളും കാലക്രമത്തിൽ കൊത്തിവെച്ചു. കൂടാതെ ബുദ്ധന്റെ ലൈഫിലെ 5 പ്രധാന സംഭവങ്ങൾ പ്രതിനിധീകരിച്ചുള്ള 5 ആയക പില്ലേഴ്സ്, ഇതും പ്രധാന അട്രാക്ഷനാണ്. മഹാസ്തൂപത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അകത്തായി സ്ഥിതി ചെയ്യുന്ന മെഡിറ്റേഷൻ ഹാൾ നമുക്ക് വേറൊരു വൈബ് തന്നെ തരും. സൺഡേസിൽ മാത്രം ഇവിടെ പ്രേയേഴ്സ് നടക്കാറുണ്ട്. ഇവിടെ വന്നാൽ കുറേ അധികം മോങ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഈ ഹാളിന്റെ നടുക്കുള്ള ഈ സ്തൂപം വല്ലാത്തൊരു അട്രാക്ഷൻ തന്നെയാണ്. കീപ് സൈലന്റ്, കാം ആൻഡ് ക്വയറ്റ്. മഹാസ്തൂപത്തിന്റെ പുറത്ത് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ കാണുന്നത് ബുദ്ധചരിതവനാണ്. ബുദ്ധന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എല്ലാ ബുദ്ധമത രാജ്യങ്ങളിലും ബുദ്ധന്റെ കാൽപ്പാടുകൾ ആരാധിക്കപ്പെടുന്നു. കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ കാൽപാദങ്ങളിലെ എല്ലാ വിരലും തുല്യ നീളമുള്ളതാണ്. ഈ കാൽപാദത്തിലുള്ള മുദ്രകൾ ശ്രീലങ്ക, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രത്യേകമായി ആദരിക്കപ്പെടും. അടുത്തതായി നമ്മൾ കാണുന്നത് ബുദ്ധന്റെ ജനനത്തെ പറ്റിയുള്ള ഐതിഹ്യം. സാൽ മരത്തിന്റെ ചുവട്ടിൽ മായാദേവിയും ഇപ്പോൾ ജനിച്ച സിദ്ധാർത്ഥൻ 7 ചുവടെടുത്തു വെച്ച് തന്റെ അവസാനത്തെ ജന്മമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അതിനടുത്തായി കാണുന്നത് സിദ്ധാർത്ഥന്റെ കുതിരയായ കാന്തകയും പുറകിൽ കൊട്ടാരം വിടുന്ന സിദ്ധാർത്ഥനെയും ചിത്രീകരിച്ചു. ഇതാണ് സിദ്ധാർത്ഥന്റെ ജ്ഞാനോദയവും ബുദ്ധനായി മാറുന്നതും ബോധിമരത്തിന്റെ ചുവട്ടിൽ ധ്യാനമുദ്രയിൽ ഇരിക്കുന്നതും. അടുത്തതായാണ് ധർമ്മചക്ര പ്രവർത്തനയെ സൂചിപ്പിക്കുന്നത്. സാരനാഥിലെ ഡിയർ പാർക്കിൽ ഇരിക്കുന്ന ബുദ്ധൻ പഞ്ചവാഗ്യ ഭിക്ഷുക്കളോട് ആദ്യ പ്രഭാഷണം നടത്തുന്ന ശില്പം ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തതായി കാണിച്ചിരിക്കുന്നതാണ് ദ ഗ്രേറ്റ് എക്സ്റ്റിങ്ഷൻ, മഹാപരിനിർവാണ. ബുദ്ധന്റെ അവസാന നിമിഷങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ശില്പമാണ് ഈ കാണുന്നതാണ് ധർമ്മബൽ. ധർമ്മ അക്ഷരങ്ങളുള്ള ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ച ശ്രീലങ്കൻ ഗവൺമെന്റ് സംഭാവനയെ നൽകിയ ഈ ബെല്ല് ബുദ്ധചരിതവനത്തിന്റെ മധ്യഭാഗത്തായാണ് സ്ഥിതികരിച്ചത്. അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ജാതകവനം. ബുദ്ധവിശ്വാസമനുസരിച്ച് സിദ്ധാർത്ഥനായി ജനിച്ച് ജ്ഞാനോദയം പ്രാപിച്ച് ബുദ്ധനാവുന്നതിന് മുമ്പ് ബോധിസത്വൻ ദശപരിമിതങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിരവധി ജീവിതങ്ങളോടെ കടന്നുപോകുന്നു. ബോധിസത്വന്റെ മുൻജന്മങ്ങളെക്കുറിച്ചുള്ള ഈ കഥകൾ ജാതകാസ് എന്നറിയപ്പെടുന്ന 547 കഥകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് ധ്യാനവനം. ശ്രീലങ്കൻ ഗവൺമെന്റ് സംഭാവന ചെയ്ത AD 5-ാം നൂറ്റാണ്ട് രാജാവായ ധാതുസേനയുടെ ഭരണകാലത്ത് കൊത്തിയെടുത്ത വടക്കൻ ശ്രീലങ്കയിലെ കൈഗിരി വായിക്ക് സമീപമുള്ള അവഗാന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ ഗ്രാനൈറ്റ് ബുദ്ധ പ്രതിമയുടെ ഒരു പകർപ്പാണിത്. അവസാനമായി നമ്മൾ കാണുന്ന സ്തൂപവനം. ഇവിടെ ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസായ സൗത്ത് കൊറിയ, മ്യാൻമർ, ടിബറ്റ്, തായ്ലൻഡ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്കയിൽ നിന്നുമൊക്കെയുള്ള സ്തൂപങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് മതങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ ഇവയെല്ലാം ഒന്നിച്ചു ചേർന്നുണ്ടാവുന്നതല്ലേ നമ്മുടെ രാജ്യം. സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മതങ്ങളെ ബഹുമാനിക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ സ്വന്തം ഭാഷ, സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴും മറ്റുള്ളവരുടെയും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഭാരതീയനാവുന്നത്. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു മനുഷ്യനാവുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു വീഡിയോ എൻ്റെ ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.